ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന 7 നക്ഷത്രക്കാർ, അതായത് ഡിസംബർ മാസത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ 7 നക്ഷത്രക്കാർ തൊടുന്നതെല്ലാം പൊന്നാകും. ഇവരിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ സത്യം നിങ്ങൾ അറിയാതെ പോകരുത്. ഡിസംബർ മാസം 1 മുതൽ, അതായത് ഇന്നു മുതൽ 31 വരെയുള്ള ഒരു മാസത്തെ സാമാന്യ ഫലമാണ്. ഈ 31 ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ നിങ്ങളുടെ ജാതകം വിശകലനം ചെയ്ത് അനുയോജ്യമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെയധികം ഗുണകരമായി ഭവിക്കും. ഡിസംബർ 15 വരെ ആദിത്യൻ വൃശ്ചികം രാശിയിലും തുടർന്ന് ധനുരാശിയിലും സഞ്ചരിക്കും. അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം എന്നീ ഞാറ്റുവേലകളുണ്ട്. ഡിസംബർ 3-ന് തൃക്കാർത്തികയും 4-ന് പൗർണമിയും ഡിസംബർ 19-ന് അമാവാസിയും വരുന്ന മാസമാണ്. ഹേമന്ത ഋതുവും മാർഗശീർഷവും പൗഷം എന്നീ ചാന്ദ്രമാസങ്ങളും ഡിസംബറിൽ ഒടുങ്ങുകയും തുടങ്ങുകയും ചെയ്യും. ഡിസംബർ 5-ന്, അതായത് വ്യാഴം വക്രഗതിയായി വീണ്ടും മിഥുനം രാശിയിൽ പ്രവേശിക്കും. പുണർന്നം നക്ഷത്രത്തിൽ തുടരുന്നതാണ്. ശനി മീനം രാശിയിൽ പോരുരുട്ടാതിയിലാണ്. ഡിസംബർ 1 മുതൽ വക്രഗതി തീർന്ന് നേർഗതിയായി സഞ്ചരിക്കും. കുംഭം രാശിയിൽ തുടരുന്ന രാഹു ഡിസംബർ 1-ന് ഇന്ന് രാത്രി പിൻഗതിയായി പൂരുരുട്ടാതിയിൽ നിന്നും ചതയം നക്ഷത്രത്തിലേക്ക് മാറുന്നതാണ്. കേതു ചിങ്ങം രാശിയിലാണ്. ഡിസംബർ 1-ന്, അതായത് ഇന്ന് രാത്രി പൂരം 3-ാം പാദത്തിൽ പ്രവേശിക്കുന്നു. ചൊവ്വ വൃശ്ചികം രാശിയിൽ കേട്ട നക്ഷത്രത്തിലാണ്. ഡിസംബർ 7-ന് ധനുരാശിയിലേക്ക് സംക്രമിക്കും. മൂലം പൂരാടം നക്ഷത്രത്തിലൂടെ കടന്നു പോകുന്നുമുണ്ട്. ചൊവ്വ മൗഢ്യത്തിലാണ്. ബുധൻ തുലാം രാശിയിലാണ്. ഡിസംബർ 6 മുതൽ വൃശ്ചികം 29 മുതൽ ധനുരാശികളിൽ സഞ്ചരിക്കും. ഡിസംബറിൽ ബുധന് വക്രമൗഢ്യങ്ങളില്ല. ശുക്രൻ വൃശ്ചികം രാശിയിലാണ്. ഡിസംബർ 20-ന് ധനുവിൽ പ്രവേശിക്കും. ഡിസംബർ 10 മുതൽ ശുക്രൻ വാർഷികമായ മൗഢ്യ അവസ്ഥയിലാകും. ഇത് 2 മാസക്കാലം തുടരുന്നതാണ്. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഡിസംബർ മാസത്തിലെ നക്ഷത്ര ഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ക്രമാതീതമായ യാത്രകൾ ഉണ്ടാകും. ഈ യാത്രകൾ മൂലം ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ ഇടയുള്ള മാസമാണ്. നിങ്ങളുടെ സാമ്പത്തികമായ വരവും ചെലവും പൊരുത്തപ്പെട്ടു പോകുവാൻ വളരെയധികം പ്രയാസപ്പെടേണ്ടി വരും. വലിയ അധ്വാനം തന്നെ ഈ മാസം വേണ്ടിവരുന്നതാണ്. നിങ്ങൾ ആരെയും ഈ മാസം അമിതമായി വിശ്വസിക്കരുത്. കൂട്ടു ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നതും ഒരു രീതിയിലും ഗുണകരമാകുന്ന മാസമല്ല. അശുഭ ചിന്തകളും ദുസ്സംശയങ്ങളും ഒഴിവാക്കണം. ബന്ധുമിത്രാദികൾ മനസ്സിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന മാസം കൂടിയാണ്. നന്നായി പ്രാർത്ഥിക്കുക. ആരോഗ്യകാര്യത്തിൽ വളരെയധികം നിങ്ങൾ ഈ മാസം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. അപകടങ്ങൾ വരുവാൻ സാധ്യതയുള്ളതിനാൽ വാഹന ഉപയോഗത്തിലും യാത്രയിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട മാസമാണ്. വാക്ക് തർക്കങ്ങളിൽ യുക്തിപൂർവ്വം പിന്മാറി നിൽക്കുന്നത് ഗുണകരമായി ഭവിക്കും. നിങ്ങളുടെ മുൻകോപം നിയന്ത്രിക്കുന്നതും ഗുണകരമാകും. ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ടെങ്കിലും കൂടുതൽ പ്രാർത്ഥന ഈ മാസം വേണ്ടതാണ്. വിവാദങ്ങളിൽ ചെന്ന് ചാടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അക്ഷീണമായ പരിശ്രമം മൂലം നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ കഴിയും. ഉറ്റ മിത്രങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിന് ഇടയുള്ള മാസമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കോപം അധികരിച്ചുള്ള അവസ്ഥകൾ സംജാതമായി പലരിൽ നിന്നും അകൽച്ച അനുഭവപ്പെടുവാൻ ഇടയുണ്ട്. സാമ്പത്തിക രംഗത്ത് സമ്മിശ്രമായ ഫലങ്ങൾ വന്നു ചേരും. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ നിങ്ങളെ ഈ മാസം അലട്ടുന്നതാണ്. ആരോഗ്യ ശ്രദ്ധ വേണം. പല പ്രകാരേണയുള്ള അസഹിഷ്ണുത അനുഭവപ്പെടാം. ശ്രദ്ധക്കുറവ് മൂലം ദ്രവ്യനാശം ഉണ്ടാകുവാൻ ഇടയുള്ള മാസമാണ്. ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. അതായത് മടി, അലസതീപ ഉപേക്ഷിക്കുന്നത് വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്.
നിങ്ങൾക്ക് ഈ മാസം ചില ദൂരയാത്രകൾ ആവശ്യമായി വരും. അലർജി, ആസ്മ, അസ്ഥിരോഗങ്ങൾ ഇവയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആരുമായും കലഹത്തിന് പോകരുത്. അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ശത്രു സമ്പാദിക്കുവാൻ ഇടയുള്ള കാലമായതിനാൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. നിങ്ങളുടെ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകുവാൻ ഇടയുണ്ട്. ശരീരത്തിനും മനസ്സിനും പൊതുവെ ക്ഷീണം അനുഭവപ്പെടുന്ന കാലമാണ്. ധന്വന്തരി ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമായി ഭവിക്കുന്ന കാലമാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ മാസം വളരെയധികം അധ്വാനത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ നേടുവാൻ കഴിയൂ. ജോലി ഭാരം വർദ്ധിക്കും. മേലുദ്യോഗസ്ഥരുമായി കലഹം വരാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വളരെയധികം അധ്വാനം വേണ്ടതായി വരും. സുതാര്യതയുള്ള സമീപനത്താൽ അപമാനത്തെ അതിജീവിക്കുവാൻ കഴിയുന്ന മാസമാണ്. തടസ്സങ്ങൾ വരാതിരിക്കുവാൻ നന്നായി ഈശ്വരനെ പ്രാർത്ഥിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ ഇവയെ അവഗണിക്കുന്നത് വളരെയധികം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. കുടിശ്ശിക ഇനത്തിൽ കിട്ടാനുള്ള ധനം കൈവശം വന്നു ചേരും. ഈ മാസം ആർക്കും കടം കൊടുക്കുന്നത് ഒഴിവാക്കുക. കുടുംബാംഗങ്ങൾ തമ്മിൽ ഭിന്നതയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ ഈ ഒരു കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. ആചാര മര്യാദകൾ പാലിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും. ദീർഘയാത്രകൾ കഴിവതും കുറയ്ക്കുന്നത് ഗുണകരമാകും. സുപ്രധാന കാര്യങ്ങളിൽ മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിക്കുന്നത് വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് ചില മ്ലാനതകൾ അനുഭവപ്പെടും. ഉന്മേഷക്കുറവും അലസതയും കൊണ്ട് പല കാര്യങ്ങളും മുടക്കം വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഈശ്വരധീനത്താൽ കൂടുതൽ ദോഷാനുഭവങ്ങൾ ഈ മാസം ഉണ്ടാകില്ല. നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ശത്രുക്കളെ കരുതിയിരിക്കുന്നതും ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് വളരെയധികം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ച് കാര്യങ്ങൾ വറുതിയിലാക്കുവാൻ സാധിക്കുന്ന മാസമാണ്. എല്ലാവിധ കാര്യങ്ങളിലും ഫലപ്രാപ്തി ഉണ്ടാകും. പൊതുജനോപകാരപ്രദങ്ങളായ കാര്യങ്ങളോ സേവനങ്ങളോ ഈ മാസം നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരുന്നതാണ്. സാമ്പത്തിക ഭദ്രതയും കുടുംബ അഭിവൃദ്ധിയും ഈ മാസം വന്നു ചേരും. വാഹനം കൈകാര്യം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ മാസം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ഗൃഹനിർമ്മാണം നടന്നു കിട്ടും. വളരെ കാലമായി ജോലി അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾക്കും യോഗ്യതയ്ക്കും തീർത്തും അനുയോജ്യമായ ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ഈ അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളരെയധികം വഴിത്തിരിവായി മാറുന്ന കാലമാണ്. നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അതിന് അർഹമായ അംഗീകാരം നേടുവാനും ഈ മാസം സാധിക്കുന്നതാണ്. പുതിയ ഒരു കമ്പനിയിൽ ചേരുകയോ നിലവിലെ ജോലിയിൽ പ്രമോഷൻ നേടുകയോ ചെയ്തേക്കാം. ഇതൊരു പുതിയ വഴിത്തിരിവായി മാറുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ഈ മാസം ഉണ്ടാകും. ബന്ധുജനങ്ങളുമായോ കൂട്ടുകാരുമായോ പിണങ്ങുവാൻ ഇടയുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ നല്ല ശ്രദ്ധ ആവശ്യമാണ്. ക്ഷമാശീലത്തോടു കൂടിയ സമീപനം പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ ഉപകരിക്കുന്നതാണ്. അന്യരുടെ കാര്യങ്ങളിൽ യാതൊരു രീതിയിലും കൈ കടത്താതെ ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. വിവാഹ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചതിയിൽ പെടുവാനുള്ള സാധ്യതയുള്ളതിനാൽ കുറച്ച് ശ്രദ്ധിച്ചു മാത്രം ഈ കാര്യങ്ങളെ സമീപിക്കുക. കലഹങ്ങൾ മുഖാന്തരം കേസുകൾ വന്നു ചേരുവാൻ ഇടയുള്ള കാലമാണ്. ആസ്മ, അലർജി, അസ്ഥിരോഗം ഇവ കൊണ്ട് ക്ലേശങ്ങൾ ഉണ്ടായേക്കാം. നിരാശയ്ക്ക് ഇടവരുന്ന പല കാര്യങ്ങളും ഈ മാസത്തിൽ നിങ്ങളുടെ അനുഭവത്തിൽ വരുന്ന കാലമായതിനാൽ ഈശ്വര പ്രാർത്ഥന ദിവസവും മുടങ്ങാതെ ചെയ്യുക. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. അസുഖകരമായ അനുഭവങ്ങളോ ജോലിയുടെ ആധിക്യത്താലുള്ള അലച്ചിലോ തുടരെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഈ മാസം നേരിടേണ്ടി വരും. സാമ്പത്തിക രംഗത്ത് വളരെയധികം ഞെരുക്കങ്ങൾ അനുഭവപ്പെടാം. ചെലവ് അധികരിച്ചു വരുന്നതായിരിക്കും. ആരോടെങ്കിലും പ്രത്യേകിച്ച് മേലധികാരികളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുവാൻ
തോന്നുന്ന കാലമായതിനാൽ എല്ലാവിധ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഗുണകരമായി ഭവിക്കുന്നതാണ്. ഈശ്വരഭക്തിയും പ്രാർത്ഥനയും കൈവിടാതെ സൂക്ഷിക്കുക. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ദുശീലങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ മാസം നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിച്ചെടുക്കുവാൻ പറ്റുന്ന കാലമാണ്. നിങ്ങൾ പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമന അനുമതി ലഭിക്കും. മറന്നു കിടന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഓർമ്മിച്ചെടുക്കുവാനും പ്രാവർത്തികമാക്കുവാനും സാധിക്കുന്ന കാലമാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും ഈ മാസം ആശ്വാസം ലഭിക്കും. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുവാനോ അപ്രതീക്ഷിതമായ ഒരു സാമ്പത്തിക നേട്ടം ലഭിക്കുവാനോ ഉള്ള ഭാഗ്യമുണ്ട്. ഇത് കടങ്ങൾ വീട്ടുവാനും സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നതാണ്. പുതിയ നിക്ഷേപ അവസരം ലഭിക്കുകയോ അതുമല്ലെങ്കിൽ നിലവിലെ സമ്പത്തിൽ നിന്നും മികച്ച വരുമാനം നേടുകയോ ചെയ്യുവാനുള്ള ഭാഗ്യമുണ്ട്. ഈ ഒരു സാമ്പത്തിക സ്ഥിരത മനസമാധാനവും സുരക്ഷിതത്വവും നിങ്ങൾക്ക് നൽകുന്ന കാലമാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങളെല്ലാം തന്നെ പ്രയോജനപ്പെടുത്തുവാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കും. മഹത് വ്യക്തികളുമായി വിജ്ഞാനപ്രദമായ ആശയങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള അവസരമുണ്ടാകും. കരാറുകൾക്ക് കിട്ടുവാനുള്ള ധനം ലഭിക്കുകയും പുതിയ കരാറുകൾ ചേരുകയും ചെയ്യുന്ന കാലമാണ്. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. ചെറിയ അസുഖങ്ങളെപ്പോലും അവഗണിക്കുന്നത് വളരെയധികം ഗുരുതര പ്രശ്നങ്ങളിലേക്ക് നയിക്കുവാനുള്ള കാര്യമുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ സന്താനങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായി ചില യാത്രകളും ചിലവുകളും വേണ്ടി വന്നേക്കും. കുടുംബ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയും. വീടിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം തീർന്നു കിട്ടുന്നതാണ്. കേസുകളുടെ കാലതാമസങ്ങൾ വളരെയധികം അസ്വസ്ഥതകൾ സമ്മാനിക്കും. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ജീവിതം നല്ല രീതിയിൽ വരാൻ വളരെയധികം പ്രയാസങ്ങളെ നിങ്ങൾ ഈ മാസം തരണം ചെയ്യേണ്ടി വരുന്നതാണ്. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും. ബന്ധുക്കളോ പരിസരവാസികളോ ആയി കലഹം വരാതെ നോക്കേണ്ടതാണ്. യാത്രകൾ കഴിവതും കുറയ്ക്കുന്നത് ഗുണകരമാകും. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അണികളിൽ നിന്നും വളരെയധികം എതിർപ്പ് നേരിടേണ്ടി വരുന്ന കാലമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സമചിത്തതയോടെ കൈകാര്യം ചെയ്യുക. ദുഷിച്ച കൂട്ടുകെട്ടുകളും ലഹരി വസ്തുക്കളും ഉപേക്ഷിക്കേണ്ടതാണ്. ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് പണവും ആഭരണവും നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള കാലമായതിനാൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. ദൈവാധീനം നിങ്ങൾക്ക് ഈ മാസം വളരെയധികം ഉള്ളതുകൊണ്ട് ആയുർദോഷം തരണം ചെയ്യുവാൻ കഴിയും. അലർജി രോഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ സംസാരത്തിൽ വളരെയധികം ശ്രദ്ധയും സൗമ്യതയും ശീലിക്കേണ്ട കാലമാണ്. മുറിവ്, ചതവ് ഇവ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ദമ്പതികൾ പിണക്കങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒത്തുപോകുവാൻ ശ്രമിക്കുന്നത് വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. ഒരു ഭാഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും മറുഭാഗത്ത് കർമ്മപുഷ്ടി കുറവ് മൂലം മാനസികമായ പിരിമുറുക്കം വർദ്ധിക്കുകയും ചെയ്യുന്ന കാലമാണ്. സാഹസ പ്രവൃത്തികളിൽ നിന്നും പിന്മാറണം. നിങ്ങളുടെ സഹപ്രവർത്തകരുമായി രമ്യതയിൽ വർദ്ധിക്കേണ്ട കാലമാണ്. മോഷ്ടാക്കളിൽ നിന്നും ഉപദ്രവം ഉണ്ടാകുവാൻ സാധ്യതയുള്ള കാലമായതിനാൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. പൊതുപ്രവർത്തകർക്ക് പല രീതിയിലുമുള്ള എതിർപ്പുകൾ വന്നുചേരും. സ്ത്രീകളുമായുള്ള അതിരുകവിഞ്ഞ ബന്ധം ദുഷ്പേര് സമ്പാദിക്കുവാൻ ഇടവരുത്തുന്ന കാലമാണ്. മാനസികമായ സംഘർഷം കുറയ്ക്കുവാൻ പ്രാർത്ഥനയിലും ധ്യാനത്തിലും സമയം കണ്ടെത്തുന്നത് ഗുണകരമാകും. വരവിൽ കവിഞ്ഞുള്ള ചിലവുണ്ടാകുന്ന മാസമാണ്. ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളുന്നത് ഗുണകരമായി ഭവിക്കുന്ന കാലം കൂടിയാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. അനാവശ്യമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തും. ചില ദുഷ്പേര് ഉണ്ടാകാതെ ശ്രദ്ധിക്കണം.
ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് വളരെയധികം ഗുണകരമാകും. വാഹനം, അഗ്നി ഇവ മൂലം അപകടമുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജോലിയിൽ വിരസത വരാതെ നോക്കേണ്ടതാണ്. നിങ്ങളുടെ കുടുംബത്തിലോ സഹപ്രവർത്തകർക്കിടയിലോ തർക്കമുണ്ടായാൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ മേലധികാരിയുമായുള്ള നല്ല ബന്ധം പലവിധ ഉയർച്ചയ്ക്കും കാരണമാകും. ചില വാക്കുതർക്കങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാതെ നോക്കേണ്ടതാണ്. ആഡംബര രീതിയിലുള്ള ജീവിതം കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമായി ഭവിക്കും. തീർത്ഥാടന യാത്രകൾക്ക് അവസരമുണ്ടാകുമെങ്കിലും വാഹന ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജീവിത വിജയത്തിനു വേണ്ടി അങ്ങേയറ്റം ഈ മാസം പ്രയത്നിക്കേണ്ടി വരും. തീർത്ഥാടനത്തിലും ക്ഷേത്ര കാര്യങ്ങളിലും മനസ്സ് വ്യാപരിക്കുന്ന കാലമാണ്. സ്വദേശം വിട്ട് അല്പം മാറി നിൽക്കേണ്ടതായി വരും. മക്കൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന കാലമാണ് വന്നു തീരിക്കുന്നത്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് തൊഴിലിൽ നേട്ടമുണ്ടാകും. വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. എല്ലാവിധ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനുള്ള ആത്മവിശ്വാസം വന്നു ചേരും. നിങ്ങളുടെ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ കുടുംബത്തിൽ വളരെയധികം സമാധാനമുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുന്നതാണ്. പങ്കാളിയുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാനും പരസ്പരം മനസ്സിലാക്കുവാനുമുള്ള സാഹചര്യം ഉദയം ചെയ്യും. സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാകും. നിങ്ങൾക്കൊരു പുതിയ വീട് വാങ്ങുവാനോ അതുമല്ലെങ്കിൽ നിലവിലുള്ള വീട് നവീകരിക്കുവാനോ പറ്റുന്ന കാലമാണ്. വാഹന ഭാഗ്യവും വന്നു ചേരും. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറി നിങ്ങളുടെ വരുമാനത്തിൽ വളരെയധികം വർധനവുണ്ടാകും. തൊഴിൽ മേഖലയിൽ ഉണർവുണ്ടാകുന്ന കാലമാണ്. ധനലാഭം, ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്നിവയുണ്ടാകും. കുടുംബത്തിലെ അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടി വളരെയധികം ഉണർവുണ്ടാകുന്ന കാലമായതിനാൽ എല്ലാവിധ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി പ്രയത്നിക്കുവാൻ കഴിയും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള യോഗമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും എല്ലാം പരിഹരിക്കപ്പെടുകയും കൂടുതൽ അടുക്കുകയും ചെയ്യുന്ന കാലമാണ്. നിങ്ങളുടെ പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനും അവരുടെ ആവശ്യങ്ങളും വികാരങ്ങളും മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നത് ഈ അടുപ്പം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഈ അടുപ്പം നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുകയും സന്താന ലബ്ധി പോലുള്ള സന്തോഷ വാർത്തകൾക്ക് കാരണമാക്കുകയും ചെയ്യുന്നതാണ്. കൂടാതെ നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനുള്ള ഭാഗ്യവും വന്നു ചേരും. അടുത്തത് പോരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. അലർജി രോഗങ്ങൾ നിങ്ങളെ ശല്യം ചെയ്തേക്കാം. എടുത്തുചാടി ചെയ്യുന്ന പല കാര്യങ്ങളും പരാജയപ്പെടുവാനാണ് സാധ്യത. എല്ലാവിധ നേട്ടങ്ങൾക്കുമായി മനസ്സ് നിയന്ത്രിക്കുന്നതും ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നതും ഉത്തമമാണ്. കുടുംബങ്ങളിൽ ഐക്യവും സന്തോഷവും നിലനിർത്തുവാൻ ശ്രമിക്കണം. തൊഴിലിനോട് വെറുപ്പും വിരസതയും ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ജലം, അഗ്നി എന്നിവയിൽ നിന്നും അപകടങ്ങൾ ഉണ്ടാകുവാൻ ഈ മാസം വളരെയധികം സാധ്യതയുള്ള കാലമാണ്. അതുപോലെ പല കാര്യങ്ങളിലും കുടുംബങ്ങളിൽ നിന്നും മറച്ചുവെച്ച് ചെയ്യുന്ന പ്രവണത അപകടത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതാണ്. വരവിൽ കവിഞ്ഞ ചെലവുണ്ടാകും. പണം കൈകാര്യം ചെയ്യുമ്പോൾ നഷ്ടം സംഭവിക്കാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. പൈതൃക സ്വത്തുക്കൾ കൈവരിക്കുവാൻ ഇടവരുന്ന കാലമാണ്. ചിട്ടിയിൽ നിന്നും ധനം പ്രതീക്ഷിക്കാം. സർക്കാർ സഹായങ്ങളും ഈ മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന കാലമാണ്. എന്നാൽ ചെലവ് അധികരിക്കുന്ന നിമിത്തം സാമ്പത്തിക ഭദ്രതക്കുറവ് അനുഭവപ്പെടാം. ജോലിയിൽ അലസത വരാതെ നോക്കണം. ഈശ്വര ഭജനം മുടങ്ങാതെ നടത്തുവാൻ ശ്രദ്ധിക്കുന്നത് വളരെയധികം ഗുണം സമ്മാനിക്കുവാൻ ഇടയാക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.